ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ചോരയും നീരുമായ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഹൃദയാഭിവാദ്യങ്ങൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുക. ഈ അധോലോക സർക്കാരിനെതിരെ ധിക്കാരവും ധാർഷ്ട്യവും ഏകാധിപത്യവും മുഖമുദ്രയാക്കിയ ഭരണാധികാരികൾക്കെതിരെ പോലീസിന്റെ മുമ്പിലേക്ക് കൊടി പിടിച്ച് നടക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല പട്ടിണി കിടന്ന് സമരം ചെയ്യാനാണെങ്കിൽ അങ്ങനെയും, രണ്ടിലും കോംപ്രമൈസ് ഉണ്ടാവില്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ഈ വേദിയിൽ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുക. ഈ ജാഥാ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ സംഗമത്തിലേക്ക് കടന്നു വന്ന കേരളത്തിന്റെ ആരാധ്യനായ ജനനായകൻ, പബ്ലിക് റിലേഷൻ ഏജൻസികൾക്ക് കോടികൾ കൊടുത്തുകൊണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയ തള്ളലുകൾക്കപ്പുറത്തേക്ക് മലയാളി മനസ്സ് ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ട അവരുടെ പ്രിയങ്കരനായ ജനകീയനായ മുൻ മുഖ്യമന്ത്രി, കേരളത്തിലെ സാധാരണക്കാരുടെ ശബ്ദം കേൾക്കാൻ ഏത് സമയവും താല്പര്യവും അനുവാദവും കൊടുത്തിരുന്ന ഭരണാധികാരി, കേരളത്തിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക് കർമ്മധീരതയോടെ വേഗത്തിൽ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കിയിരുന്ന കേരളത്തിന്റെ യഥാർത്ഥ വികസന നായകൻ, ഏലംകുളം മനക്കലെ ശങ്കരൻ നമ്പൂതിരിപ്പാടും ഏറമ്പാല കൃഷ്ണൻ നായനാരും വേലിക്കകത്തെ ശങ്കരൻ അച്യുതാനന്ദനും മുഖ്യമന്ത്രിയായ പാലക്കാടിന്റെ മണ്ണിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഒരു യുവാവിന്റെയും അവസരം ഒരു സാങ്കേതികത്വത്തിന്റെയും പേരിൽ നഷ്ടപ്പെട്ടു പോകാൻ അടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാട് യൂത്ത് കോൺഗ്രസിന്റെ ഈ വേദിയിൽ ആവർത്തിച്ച, യൂത്ത് കോൺഗ്രസിന്റെ ഈ വേദിയിൽ പ്രഖ്യാപിച്ച പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ പേരിൽ നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വേദിയിൽ ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. പാലക്കാടിന്റെ പ്രിയപ്പെട്ട MP-യും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VK ശ്രീകണ്ഠൻ അവർ ഉൾപ്പെടെ, KPCC-യുടെ ബഹുമാന്യരായ ഭാരവാഹികൾ ചന്ദ്രേട്ടൻ ഉൾപ്പെടെ ഒട്ടനവധി നേതാക്കന്മാർ, CP ഉൾപ്പെടെ ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. ഈ ജാഥയ്ക്ക് കർമ്മധീരമായി നേതൃത്വം നൽകിയ, തൃത്താലയുടെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് പൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ഈ ത്രിവർണ പതാക നെഞ്ചിലേറ്റി അടിവെച്ച് സഹോദരങ്ങളെ പോലെ ഈ ദൂരം മുഴുവൻ പിന്നിട്ട് ഇവിടെ വന്ന യൂത്ത് കോൺഗ്രസിന്റെ ഉജ്ജ്വലനായ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് കർമ്മധീരമായി നേതൃത്വം നൽകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ TH ഫിറോസ് ബാബുവിന് ഈ സംഗമത്തിൽ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ആ പദയാത്ര പ്രഖ്യാപിക്കപ്പെട്ട അന്ന് തൊട്ട് അതിന്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി അക്ഷീണം അദ്ദേഹത്തിന്റെ കൂടെ യത്നിച്ച പ്രിയങ്കരായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജ്ജസ്വലരായ ഭാരവാഹികൾ, അതിന് നിഴല് പോലെ ഒപ്പം നടന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, തയ്യാറെടുപ്പുകൾക്ക് ആത്മാർത്ഥതയോടെ ഇടപെടലുകൾ നടത്തിയ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, അതിനൊപ്പം നടന്ന 80-ലധികം വരുന്ന സ്ഥിരാംഗങ്ങൾ, ഒരടിയും പതറാതെ ആ പദയാത്രയിൽ ഉടനീളം ഈ ജാഥയും അതിന്റെ മുദ്രാവാക്യവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം യത്നിച്ച ആ പദയാത്രയിലെ മുഴുവൻ സ്ഥിരാംഗങ്ങളെയും ഞാൻ ഹൃദയം തുറന്ന് അഭിവാദ്യം ചെയ്യാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം അത് കേരളത്തിലെ പാലക്കാട്ടെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കേരളത്തിലെ പോരാടുന്ന യുവജനതയുടെ പ്രതീകമാണ് യൂത്ത് കോൺഗ്രസ് എങ്കിൽ, കേരളത്തിലെ അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടുകളാണ് യൂത്ത് കോൺഗ്രസ് എഴുതി ചേർക്കുന്നതെങ്കിൽ, യുവജന സംഘടനകളുടെ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട ഒത്തുതീർപ്പുകളിലേക്കാണ് DYFI എന്ന പ്രസ്ഥാനം ഈ കാലയളവിൽ അധപ്പതിച്ചത് എന്നും നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. നമ്മൾ തെരുവിൽ പോരാടിയപ്പോൾ അവര് ചാനലുകളിൽ അഭയം പ്രാപിച്ചവരാണ്. നമ്മൾ നീതിക്ക് വേണ്ടി ശബ്ദിച്ചപ്പോ അവർ സമരം ചെയ്യുന്നവരെ ആക്ഷേപിച്ചവരാണ്. നമ്മൾ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടപ്പോ അവർ ന്യായീകരണത്തിന് വേണ്ടി സമയം നീക്കിവെച്ചവരാണ്.
നമ്മൾ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം നിന്നപ്പോ അവര് പിണറായി വിജയന്റെ മുന്നിൽ മുട്ടിടിച്ച് നിന്നവരാണെങ്കിൽ അതാണ് യൂത്ത് കോൺഗ്രസും മറ്റു പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഈ സമര കാലയളവ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മളിവിടെ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ പ്രസക്തമാണ്. പാലക്കാട് കർഷകന്റെ മണ്ണാണ്. ഈ കർഷകന്റെ മണ്ണിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ സാധാരണക്കാരൻ നമുക്ക് അന്നം തരുന്നവന്റെ പോരാട്ടം നിങ്ങൾക്കറിയാം. ആ കർഷകന്റെ മണ്ണിൽ ഇവിടുത്തെ സാധാരണക്കാരൻ നയിക്കുന്ന പോരാട്ടം അവന്റെ ജീവിതത്തിന് വേണ്ടി അവൻ നയിക്കുന്ന പോരാട്ടം മണ്ണിലാണ്. മണ്ണിൽ പണിയെടുക്കുന്നവന്റെ വയർപ്പിന്റെ മൂല്യത്തെ അറിയാത്ത ഭരണാധികാരികൾ അവരെ പരിഹസിക്കുമ്പോ, അവരുടെ സമരങ്ങളെ ഒറ്റുകൊടുക്കുമ്പോ അതിനെ തിരിച്ചറിയുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും രാഹുൽ ഗാന്ധിയും അവർക്കൊപ്പം അടിയുറച്ച് നിലകൊണ്ടതിന്റെ ചരിത്രം ഇന്ത്യ രാജ്യം അതിന്റെ സമര പോരാട്ടങ്ങളിൽ എഴുതി ചേർക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്നവർ കർഷകനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോ ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിന്റെ കർഷകനെ ആക്ഷേപിക്കുകയായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിന്റെ കർഷകന്റെ പോരാട്ടങ്ങളെ അവഗണിക്കുകയായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിന്റെ കർഷകനെ അപഹസിക്കുകയായിരുന്നു. രാജ്യം കാക്കുന്ന പട്ടാളക്കാരന്റെ വീറും വാശിയും ഈ കർഷകന്റെ നേരെ ഉപയോഗപ്പെടുത്താൻ അവർ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഉപകരണങ്ങൾ രാജ്യത്തിന്റെ തന്നെ സ്വന്തം കർഷകനെതിരെ ഉപയോഗപ്പെടുത്താൻ അവര് തുനിഞ്ഞിറങ്ങുകയായിരുന്നു. അവര് ദില്ലിയുടെ തെരുവിലെത്താതിരിക്കാൻ റോഡുകൾ വെട്ടിപ്പൊളിക്കുകയായിരുന്നു. അവര് ദില്ലിയുടെ തെരുവിൽ മുദ്രാവാക്യം വിളിക്കാതിരിക്കാൻ അവർ വെടിയുണ്ടകൾ പായിക്കാൻ തയ്യാറായി നിന്നു. അവര് ദില്ലിയുടെ മണ്ണിലേക്ക് നടന്നെടുക്കാതിരിക്കാൻ അവർ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. അവര് ലാത്തി ചാർജ് ഉപയോഗിച്ചു, അവര് ജലപീരങ്കി ഉപയോഗിച്ചു, അവര് പട്ടാളത്തെ ഉപയോഗിച്ചു, അവര് പോലീസിനെ ഉപയോഗിച്ചു. അവര് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ ഒരുങ്ങി നിന്നു. അതിന്റെ മുന്നിൽ ഒന്നും മുട്ടുമടക്കാതെ നാടിന്റെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 100ഓളം ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന് കേരളത്തിന്റെ യുവത്വത്തിന്റെ ഐക്യദാർഢ്യമാണ് ഈ പദയാത്ര എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ തൃത്താല മുതൽ ഇന്ന് പാലക്കാടിന്റെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെയും അവന്റെ മുദ്രാവാക്യങ്ങളിലൂടെ അവന്റെ ഓരോ അടിയിലും അവൻ ഉറച്ചു തന്നെ പറഞ്ഞു, അന്നം തരുന്നവന്റെ കണ്ണ് നിറക്കുന്നവനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ബാധ്യതയാണ്, ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുത്തിട്ടാണ് ഈ ചെറുപ്പക്കാർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. അവർ വെയിൽ കൊണ്ടത് നമുക്ക് അന്നം തരുന്നവർക്ക് വേണ്ടിയാണ്. അവര് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചത് നമ്മളെ തീറ്റിപ്പോറ്റുന്നവർക്ക് വേണ്ടിയാണ്. അവരോരോ അടിയും നടന്നത് അവരുടെ വിണ്ടുകീറിയ കാൽപാദങ്ങളോടും അവരുടെ വരണ്ടുണങ്ങിയ മനസ്സുകളിൽ ഇവിടെ നാടിന് അവരെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള താക്കീതായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഓരോ അടിയും മുന്നോട്ട് വെച്ചത്. കർഷകനോട് ഐക്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ആ കർഷകന്റെ സമരങ്ങളെ രാജ്യത്തെ ഗവൺമെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. അവന്റെ ആവശ്യങ്ങൾ, അവന്റെ ഉൽപ്പന്നത്തിന് മിനിമം വില വേണമെന്നുള്ളതായിരുന്നു. അതിനെ എങ്ങനെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതേസമയം രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളെ എങ്ങനെ ഈ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചേർത്തടക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇന്ത്യയുടെ മണ്ണിൽ എണ്ണവില നിയന്ത്രണം അത് കമ്പനികൾക്ക് കൊടുത്തത് കോൺഗ്രസ് അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾ പറയുന്നു, 1947 മുതൽ 2014 വരെയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം, ആ ചരിത്രത്തിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് 1 ലിറ്റർ പെട്രോളിന് ഈടാക്കിയിരുന്ന നികുതി 9 രൂപ 48 പൈസ, 1 ലിറ്റർ ഡീസലിന് ഈടാക്കിയിരുന്ന നികുതി 3 രൂപ 20 പൈസ. ഈ കേരളം ഓർക്കണം, പാലക്കാട് ഓർക്കണം, ജനത ഓർക്കണം. 1 ലിറ്ററിന് 9 രൂപ 48 പൈസയും 3 രൂപ 20 പൈസയും ഉണ്ടായിരുന്ന നികുതിയെ ഇന്ന് കേന്ദ്രവും സംസ്ഥാനവും കൂടി എത്ര രൂപ വാങ്ങുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത്ഭുതപ്പെടുത്തുന്ന കണക്കുകൾ. 93 രൂപ 1 ലിറ്റർ പെട്രോളിന് ഒരു സാധാരണക്കാരൻ പമ്പിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ അതിൽ 60 രൂപയോളം നികുതി കൊടുക്കേണ്ടി വരുന്ന ലോകത്തെ അപൂർവം രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ് എന്നുള്ള ഗതികേടിലേക്ക് ഇന്ത്യയെ നയിച്ചവർക്ക് 56 അല്ല, ഇനി 156ന്റെ നെഞ്ചളമുണ്ടെങ്കിലും അതിനെ തകർക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവർക്ക് ശക്തിയുണ്ടെന്നുള്ള കാര്യം ഭരണകൂടം മറന്നുപോവുകയാണ്. ഇവിടെയുള്ള CPM-കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിനെ കുറ്റം പറയാൻ ശ്രമിക്കാറുണ്ട്. എന്താന്ന് അറിഞ്ഞൂടാ, BJP-ക്കെതിരെ പോസ്റ്റ് ഇട്ടാലും അതിന്റെ അടിയിൽ വന്ന് കുരുപൊട്ടിക്കുന്നത് കമ്മികളാണ് എന്നുള്ളതാണ് ഇപ്പൊ കാണുന്ന ഒരു പ്രത്യേകത.
നരേന്ദ്രമോദിയെ വിമർശിച്ചാലും അതിന്റെ പ്രയാസം പലർക്കും സഖാക്കൾക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഫേസ്ബുക്കുകളിൽ നിങ്ങൾ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. രാജ്യത്ത് എണ്ണവില വർധനവിന്റെ മൂല കാരണം ഈ ഗവൺമെന്റിന്റെ, നമ്മളെ ഭരിക്കുന്നവരെ നമ്മളെ കൊള്ളയടിക്കാനുള്ള അവരുടെ ത്വരയാണ്. ഇത് നികുതി ഭീകരതയാണ്, ഇത് ടാക്സ് ടെററാണ്, ഇത് ഭീകരവാദമാണ്, ഇത് നികുതിയുടെ പേരിൽ ഭരണകൂടം ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഭീകരതയാണെന്ന് ജനം ഒരേ സ്വരത്തിൽ ഒന്നടങ്കം പറയേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ ഗവൺമെന്റ് നിങ്ങൾ 1 രൂപക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോ നിങ്ങളിൽ നിന്ന് 9 രൂപ 48 പൈസ ഈടാക്കിയിരുന്നെങ്കിൽ 1 ലിറ്റർ ഡീസൽ അടിക്കുമ്പോ 3 രൂപ 20 പൈസയാണ് ഈടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് 93 രൂപ പെട്രോളിന് കൊടുക്കുമ്പോ അതിൽ 60ഓളം രൂപ കേന്ദ്രവും സംസ്ഥാനവും കൂടെ നമ്മളിൽ നിന്ന് നികുതി പിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ ആ വിലക്കയറ്റത്തിന് കാരണമെന്ന് കള്ളം പറയുകയാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, കോൺഗ്രസ് ആണ് ഉത്തരവാദികൾ എന്ന് പ്രചരിപ്പിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കാലത്തെ നികുതിയുടെ കണക്കും ഈ ഗവൺമെന്റിന്റെ കാലത്തെ നികുതിയുടെ കണക്കും ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒരു പരസ്യ സംവാദത്തിന് യൂത്ത് കോൺഗ്രസ് ഒരുക്കമാണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പാകെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഏതറ്റം വരെയും പോകും. കർഷകന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 1 ഇഞ്ച് അനങ്ങുകയില്ല. അംബാനിയും അദാനിയുമാണ് ഈ ഗവൺമെന്റിനെ നയിക്കുന്നത്. നിങ്ങൾക്ക് ഒടുവിൽ അറിയാം, ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള സ്റ്റേഡിയം, ആ ക്രിക്കറ്റ് ഗ്രൗണ്ട് എത്രയോ വർഷങ്ങളായി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യന്റെ പേരിൽ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ, RSSനെ നിരോധിച്ച ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ആ സ്റ്റേഡിയം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രഥമ ഗണനീയനായിരുന്ന ആ നേതാവിന്റെ പേരിൽ, ധീരനായ നേതാവിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന സ്റ്റേഡിയം പൊളിച്ചു പണിതപ്പോ അതിന് നരേന്ദ്രമോദിയുടെ പേര് സ്ഥാപിച്ചു. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അല്പത്തരത്തിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയാതിരിക്കാൻ സാധിക്കുമോ? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലുള്ള സ്റ്റേഡിയത്തിന് അവനവന്റെ പേര് കൊടുക്കുന്ന അല്പത്തരം കോട്ടിൽ പേരെഴുതുന്നത് പോലെയല്ല ഒടുങ്ങാത്ത ചരിത്ര വിരോധം അതിന് വേണം. അതിനോടൊപ്പം അതിന് വേണ്ടത് 56 ഇഞ്ചിന്റെ നെഞ്ചളവല്ല, അതിന് വേണ്ടത് 56 ഇഞ്ച് കട്ടിയുള്ള തൊലിക്കട്ടിയാണ് എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല. ആ സ്റ്റേഡിയത്തിന്റെ 2 എൻഡിന്റെ പേരും അന്ന് ടിവിയിൽ എഴുതി കാണിച്ചിരുന്നു. ഒന്ന് അംബാനി എൻഡും ഒന്ന് അദാനി എൻഡും, റിലയൻസ് എൻഡും അദാനി എൻഡും. ആ സ്റ്റേഡിയത്തിലെ 2 എൻഡിന്റെ പേരാണ്. ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിന്റെ 2 അറ്റവും അത് തന്നെയാണ്. ഈ ഗവൺമെന്റിന്റെ മുഴുവൻ താല്പര്യങ്ങളും അവർക്ക് വേണ്ടിയുള്ളതാണ്. രാജ്യം കോവിഡിന്റെ പ്രയാസങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും ഗണ്യമായ സാമ്പത്തിക വളർച്ച ഈ കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ്. ഇന്ത്യയിൽ 2 കാര്യങ്ങൾക്കേ വളർച്ചയുള്ളൂ. ഒന്ന് കോർപ്പറേറ്റുകൾക്കും പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസിനും, മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ താടിക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നിനും ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ വളർച്ചയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തെ സാധാരണക്കാരൻ പ്രയാസപ്പെടുമ്പോ അതിനാശ്വാസമായി അല്പം വില കുറച്ച് പെട്രോളും ഡീസലും കൊടുക്കാൻ പോലും തയ്യാറാവാത്തൊരു ഗവൺമെന്റ് കർഷകരെ ആക്ഷേപിക്കുമ്പോ, ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണങ്ങൾ വെച്ച് അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോ അതിനെതിരെ പൊരുതുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതിൽ നിന്ന് 1 ഇഞ്ചും നമ്മൾ പുറകോട്ട് പോകില്ല. ആ പോരാട്ടത്തിന് കേരളത്തിന്റെ നിയമസഭയും സാക്ഷ്യം വഹിച്ചു. ആ നിയമസഭക്കകത്ത് ഗവൺമെന്റിനെതിരായി, കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരു പ്രതിഷേധം ഒരു പ്രമേയമായി കൊണ്ടുവന്നപ്പോ ആ പ്രമേയത്തിന്റെ ഒടുവിൽ കോൺഗ്രസിന്റെ അംഗം, UDFന്റെ അംഗം പ്രിയപ്പെട്ട KC ജോസഫ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ സമരം തീർപ്പാക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി അതിന് താല്പര്യം കാണിക്കാത്തത് കർഷകരോടുള്ള വിരോധമാണ്. ആ കർഷകരോടുള്ള വിരോധം ഇവിടെ മെൻഷൻ ചെയ്യണം. പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് വിമർശിക്കണം. പ്രധാനമന്ത്രിയുടെ പേര് ഈ പ്രമേയത്തിനകത്ത് ഉൾപ്പെടുത്തി വിമർശിക്കണമെന്ന് പറഞ്ഞപ്പോ അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറല്ല, അതിന് പിണറായി വിജയൻ തയ്യാറല്ല,
എന്നെ കേൾക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രിയപ്പെട്ട സഖാക്കളോട് ഞാൻ പറയുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് വിമർശിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ആർജവമില്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം കൊടുക്കുന്ന പിന്തുണ ഉണ്ടായിട്ട് പോലും ആ പ്രമേയത്തിനകത്ത് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊന്ന് വിമർശിക്കാൻ എന്തിനാണ് പിണറായി വിജയൻ ഭയക്കുന്നത് എന്ന് ചോദിക്കാൻ ചങ്കുറ്റവും കെൽപ്പുമുള്ള ഏതെങ്കിലും ഒരു സഖാവ് പാലക്കാട് ജീവനോടെ ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കണം. ആ 1.5 വർഷക്കാലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു വിമർശനം ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പറഞ്ഞൊരു വിമർശനം നടത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ആ മുഖ്യമന്ത്രി പേര് പറയാൻ മടിക്കുന്ന പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോ പേര് പറയാൻ മടിക്കുന്ന മുഖ്യമന്ത്രിയോട് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, രാവും പകലുമില്ലാതെ ആ ഫാസിസത്തിനെതിരെ പോരാടുന്ന യുപിയുടെ പോലീസ് റോഡിൽ തള്ളിത്താഴെയിടാൻ നോക്കുമ്പോഴും അവിടെ പീഡനത്തിനിരയായ കുട്ടികളെ കണ്ട് ഞാൻ മടങ്ങൂ എന്ന് നെഞ്ചുവിരിച്ച് ഇന്ത്യയുടെ മണ്ണിൽ പറഞ്ഞ കർഷകന് വേണ്ടി റാലി നടത്തുമ്പോ അതിർത്തിയിൽ തടയുമെന്ന് പറഞ്ഞപ്പോ തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്ന് പറഞ്ഞ് ആ റാലി നയിച്ച ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് അടിയുറച്ചു പറഞ്ഞ, അതിന്റെ പേരിൽ കേസ് മാപ്പ് പറയാൻ പറഞ്ഞപ്പോ എന്റെ പേര് രാഹുൽ സവർക്കർ എന്നല്ല രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ നിങ്ങള് RSS വിരോധം പഠിപ്പിക്കേണ്ട. ആ കുടുംബത്തെ നിങ്ങള് BJP വിരോധവും പഠിപ്പിക്കേണ്ട. നിങ്ങളിൽ നിന്ന് RSS വിരോധം പഠിക്കേണ്ട ഗതികേട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു കാലത്തും വരില്ല എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിലേക്കൊന്ന് വന്നപ്പോ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത, എന്തിനാണ് ഇത്ര അസ്വസ്ഥത? രാഹുൽ ഗാന്ധി കർഷകനെ കണ്ടാൽ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? രാഹുൽ ഗാന്ധി തൊഴിലാളികളെ കണ്ടാൽ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? രാഹുൽ ഗാന്ധി കർഷകർക്ക് വേണ്ടി ട്രാക്ടർ റാലി നടത്തിയാൽ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? രാഹുൽ ഗാന്ധി ഉദ്യോഗാർത്ഥികളെ കണ്ടാൽ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? രാഹുൽ ഗാന്ധി കർഷക തൊഴിലാളിയെ കണ്ടാൽ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളിയെ കണ്ടാൽ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? രാഹുൽ ഗാന്ധി ബോട്ടിൽ കയറിയാൽ, രാഹുൽ ഗാന്ധി കടലിലിറങ്ങിയാൽ, രാഹുൽ ഗാന്ധി അവരെ കണ്ടാൽ, അവർക്ക് കൈകൊടുത്താൽ, അവർക്ക് ചിരിച്ചാൽ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ നിങ്ങളുടെ ഭയം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങളോട് സംവദിക്കുക, അവരുമായി ഇടപഴകുക, അവരെ കേൾക്കുക, അവരുടെ പ്രയാസങ്ങളെ അറിയുക, അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ നേതാവിന്റെയും ഉത്തരവാദിത്തമാണ്. ഇനി കോൺഗ്രസ് RSSനോട് പോരാടുന്നവരല്ലെങ്കിൽ, കോൺഗ്രസ് BJPയോട് പോരാടുന്നവരല്ലെങ്കിൽ എന്തേ ഇവിടെ 25 കിലോമീറ്റർ കടന്നാൽ വാളയാറിന്റെ അതിർത്തി കഴിഞ്ഞാൽ കോയമ്പത്തൂരിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ബാച്ചിൽ നെഞ്ചത്ത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ നിങ്ങൾ പതിക്കേണ്ടി വരുന്നു എന്ന് ചോദിക്കുന്നത്. സാധാരണ ഉത്തരം കൊടുക്കാൻ ഇവിടുത്തെ നേതാക്കന്മാർക്ക് സാധിക്കുമോ? ഇനി കോൺഗ്രസ് RSSനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ, കോൺഗ്രസ് BJPയെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ എന്ത് നിങ്ങൾ ബംഗാളിന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ BJPയുടെ വർഗീയ ഫാസിസ്റ്റ് അജണ്ടകളെ, അവരെ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ, അതിന് പേര് പറഞ്ഞ് എതിർക്കാൻ, അതിനെ ചെറുക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ, അതിന് പോരാടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മൾ വിചാരിച്ചിരുന്നത് PSCയുടെ പേര് അതാണെന്നാണ്. നമ്മൾ കരുതിയിരുന്നത് PSC എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, EMSന്റെ കാലം മുതൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലം വരെയുള്ള ഈ കാലങ്ങളിലെല്ലാം കേരളത്തിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു PSC. ആ PSC പാർട്ടി സർവീസ് കമ്മീഷൻ ആവുന്നത് നമ്മൾ കണ്ടു. ആ PSC പിണറായി സർവീസ് കമ്മീഷൻ ആവുന്നത് നമ്മൾ കണ്ടു. ആ PSCയെ പിന്നെ കൊണ്ടാട്ടി സർവീസ് കമ്മീഷൻ ആക്കുന്നതും ഈ നാടിന് കണ്ടു നിൽക്കേണ്ടി വന്നു. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പെട്ടവരുമുണ്ട്, ഒരു രാഷ്ട്രീയമില്ലാത്തവരുമുണ്ട്.
തൊഴിലെന്ന ജീവിത സ്വപ്നം പേറി കൂലിപ്പണിക്ക് പോയി പഠിക്കുന്നവരുണ്ട്. അച്ഛന്റെ അമ്മയുടെ അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്ന് കിട്ടുന്നത് നീക്കിവെച്ച് കോച്ചിങ് ക്ലാസ്സിന് പോയി പഠിച്ച് പരീക്ഷ പാസ്സാവാൻ ശ്രമിക്കുന്നവരുണ്ട്. പഠിച്ച് പാസ്സായവരുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വന്നവരുണ്ട്, തൊഴിൽ സ്വപ്നം കണ്ടവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്, കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. അവരെ പുറങ്കാല് കൊണ്ട് തൊഴിച്ച് പിൻവാതിൽ വഴി തോന്നിയ പോലെ ചെറുപ്പക്കാരെ തിരികെ കയറ്റാൻ, കൊടി പിടിച്ചവനെ തിരികെ കയറ്റാൻ, നിങ്ങളുടെ ഭാര്യമാരെ തിരികെ കയറ്റാൻ കേരളത്തിന്റെ സർക്കാർ സർവീസ് ആരുടെയും തറവാട്ട് വകയല്ല എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത തകർച്ചയാണ് PSCയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായത്. ഞങ്ങൾ എന്തിനാണ് സമരം നടത്തേണ്ടി വന്നത്? ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും പാലക്കാടിന്റെ മണ്ണിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയത്. പക്ഷെ ഞങ്ങൾ അവിടെ പോകുന്നതിന് മുമ്പ് എത്രയോ ദിവസങ്ങളായി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ, അതിന്റെ തിരുമുറ്റത്ത്, അതിന്റെ തെരുവിൽ, അതിന്റെ ഫുട്പാത്തിൽ മേലെ വലിച്ചു കെട്ടാൻ ഒരു പന്തല് പോലുമില്ലാതെ, താഴെ കിടക്കാൻ ഒരു പായ പോലുമില്ലാതെ പത്രം വിരിച്ച് തെരുവിൽ കുറെ ചെറുപ്പക്കാർ ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് കിടന്നിരുന്നു. അവര് പറഞ്ഞു ഞങ്ങൾ പഠിച്ചവരാണ്, അവര് പറഞ്ഞു ഞങ്ങൾ പരീക്ഷ പാസ്സായവരാണ്, അവര് പറഞ്ഞു ഞങ്ങൾ മെയിൻ ലിസ്റ്റിലുള്ളവരാണ്, അവര് പറഞ്ഞു ഞങ്ങളുടെ കാലത്തെ ജോലി ഞങ്ങൾക്ക് തരണം, അവര് പറഞ്ഞു ഞങ്ങൾക്കുള്ള ഒഴിവുകളുണ്ട് അത് റിപ്പോർട്ട് ചെയ്യണം, അവര് പറഞ്ഞു ഞങ്ങളുടെ സങ്കടം ഒന്ന് കേൾക്കണം. ഒരുത്തനും ഉണ്ടായില്ല ഈ ഗവൺമെന്റിന്റെ കേൾക്കാൻ. എന്നെ കേൾക്കുന്ന SFIയുടെ DYFIയുടെ പ്രവർത്തകർ ആരെങ്കിലും ഈ മണ്ണിലുണ്ടെങ്കിൽ അവരോടും ഞങ്ങൾ പറയുന്നു, 20 മന്ത്രിമാരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് തെരഞ്ഞെടുത്തതാണ്. ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് തെരഞ്ഞെടുത്തതാണ്. ആ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അവരെ മുഴുവൻ അവിടെ നിർത്തുമ്പോ ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ അതിലൊരാൾ പോലും തയ്യാറാവാതെ, ഒരു ചർച്ച നടത്താൻ ഒരാൾ പോലും തയ്യാറാവാതെ ഞാൻ അവസാനിപ്പിക്കുന്നു. മുട്ടിലഴഞ്ഞു ഉദ്യോഗാർത്ഥികൾ, പിച്ചതണ്ടി ഉദ്യോഗാർത്ഥികൾ, മീൻ വിറ്റു ഉദ്യോഗാർത്ഥികൾ, അവരുടെ കയ്യിലും കാലിലും തൊലി ഉരിഞ്ഞു പോയി. അവര് വെയില് കൊണ്ടു, അവര് തണുപ്പേറ്റു, അവര് തെരുവിൽ കടന്നു, അവര് യാചിച്ചു, അവര് പ്രകടനം നടത്തി, കഴുത്തിൽ കുരുക്കിട്ട് നോക്കി, മേലെ എണ്ണയൊഴിച്ചു നോക്കി. ഒരുത്തനും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ധാർഷ്ട്യമായിരുന്നു, ധിക്കാരമായിരുന്നു. ആ ധാർഷ്ട്യവും ധിക്കാരവും മറികടന്ന് സമരം ചെയ്യുന്നവരെ രാഷ്ട്രീയമായി ചാപ്പകൂടെ കുത്താൻ തുടങ്ങിയതോടുകൂടി പിന്നെയും കൈകെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേര് DYFI എന്നല്ല, യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. ഒരു തീരുമാനവും ഒരു കസേര പോലും വലിച്ചിടാതെ മുറ്റത്ത് ഞങ്ങളും അവരോടൊപ്പം നിരാഹാര സമരം ആരംഭിച്ചു. 9 ദിവസം ഞാനും ശബരിനാഥും ആ നിരാഹാരം കൊണ്ട് നടന്നപ്പോ പാലക്കാടിന്റെ തെരുവിൽ ഉജ്ജ്വലമായി പോരാടിയ എന്റെ പ്രിയപ്പെട്ട KSU ചുണക്കുട്ടികൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തകർ, ഈ മണ്ണിൽ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരോട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നീതിക്ക് വേണ്ടി നിയമസഭക്കകത്തും പുറത്തും പോരാടുക എന്നുള്ളതാണെങ്കിൽ ആരെതിർത്താലും ആ പോരാട്ടം തുടരുമെന്ന് പറയാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ആ സമരം ഇന്നും തുടരുകയാണ്. പക്ഷെ ചർച്ചയ്ക്ക് വിളിക്കില്ല എന്ന് പറഞ്ഞവർ, ആക്ഷേപിച്ചവർ, അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. മന്ത്രിമാരുടെ ചർച്ചയ്ക്ക് സ്കോപ്പില്ല എന്ന് പറഞ്ഞവർ, അവർക്ക് അതും ചെയ്യേണ്ടി വന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ സമയം വൈകിയത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ ജനാധിപത്യ വിരുദ്ധത അത് കൊണ്ട് നടക്കുന്നവർ, വർഗീയത പ്രചരിപ്പിക്കാൻ ഇവർ രണ്ടുപേരും മത്സരിക്കുക. വിജയരാഘവന്റെ പ്രസ്താവനകൾ നിങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിൽ ഇപ്പൊ സുരേന്ദ്രന്റെ പകുതി പണിയെടുക്കുന്നത് വിജയരാഘവനാണ് എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ആ വർഗീയതയോടും ഈ യുവജന വിരുദ്ധതയോടും നമ്മൾ സംഖ്യയില്ല. അത് പാലക്കാടാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി. മാൻഡ്രേക്കിന്റെ ഭരണം അവസാനിക്കും, കോൺഗ്രസിന്റെ UDFന്റെ ഭരണം അധികാരത്തിൽ വരും. പിന്നെ ഒറ്റ കാര്യം, നമ്മളിവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോ അതിനില്ലാത്ത കുറ്റമുണ്ടായിരുന്നു. നമ്മളിവിടെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോ അതിനില്ലാത്ത പരിഹാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് കാണാൻ നല്ല കൗതുകമുണ്ട്. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ഫ്ലെക്സ് ബോർഡിൽ പിണറായി വിജയന്റെയും ശ്രീ AK ബാലന്റെയും ഫോട്ടോ കാണുമ്പോൾ
എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളും ഇതേ പറയുന്നുള്ളൂ, ഞങ്ങൾ തുടങ്ങുന്നതല്ലാതെ മറ്റൊന്നും കൊണ്ടു നടക്കാൻ നിങ്ങളൊന്നും ഈ മണ്ണിൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ മൂക്ക് മുറിച്ച് ശകുനം മുടക്കാൻ നോക്കിയ ഒന്നുണ്ട്, അത് നമ്മുടെ സൗത്തിൽ 50 പൈസ. സാറേ ഇതും കൂടെ പറഞ്ഞു ഞാൻ നിർത്തുക. ജില്ലാ ആസ്ഥാനത്ത് ഒരു KSRTC ഡിപ്പോ കെട്ടാൻ 50 പൈസയുടെ സഹായം തന്നിട്ടില്ല. ഒരു കല്ല് അതിന്റെ മുറ്റത്തിടാൻ പോലും ഗവൺമെന്റോ ഡിപ്പാർട്ട്മെന്റിന്റോ 1 രൂപ തന്നിട്ടില്ല. പക്ഷെ പാലക്കാട്ടെ ജനങ്ങളുടെ പണം, പാലക്കാട്ടെ MLA ഫണ്ട് 8,05,00,000 രൂപ കൊടുത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ മുടക്കാൻ ശ്രമിച്ചാലും പാലക്കാട് KSRTC ഡിപ്പോ നമ്മൾ പൂർത്തിയാക്കിയിരിക്കും എന്നുള്ളത് മാത്രം. പിന്നെ വേറെ ചില ആളുകൾക്ക് മറുപടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരതിനായിട്ടില്ല. ആവുമ്പോ നോക്കാം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.